ലീഗിനും ജമാഅത്തെ ഇസ്ലാമിക്കുമെതിരെ വിമർശനവുമായി സമസ്ത മുഷാവറ അംഗം ഉമർ ഫൈസി മുഖം. സമസ്ത മുഷാവറയിൽ നിന്ന് ജഫ്രി തങ്ങൾ ഇറങ്ങിപ്പോയെന്ന് ചില ചാനലുകൾ കള്ളം പ്രചരിപ്പിക്കുകയാണ്. മുഷാവറയിൽ പൊട്ടിത്തെറി ഉണ്ടായിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ച മുസ്ലിം ലീഗ് അനുകൂലികൾ വാർത്ത സൃഷ്ടിക്കുകയാണെന്നും ഉമർ ഫൈസി മുഖം വിമർശിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് എത്താം. എന്നാൽ ചർച്ചയിലെ വിവരങ്ങൾ പുറത്തുവിട്ടത് ശരിയായില്ലെന്നാണ് SYS സെക്രട്ടറി അബ്ദുൾ സമദ് പൂക്കോട്ടൂർ പറയുന്നത്. തർക്കം നീണ്ടുപോകില്ലെന്നും പരിഹരിക്കുമെന്നും അബ്ദുൾ സമദ് പൂക്കോട്ടൂർ പറഞ്ഞു. ആ സംഭവം അടച്ചിട്ട ഒരു മുറിയിൽ പ്രഗത്ഭരും പ്രതിഭാസമ്പന്നരുമായ പണ്ഡിതന്മാർ ചേർന്ന് ചർച്ച ചെയ്യുന്നൊരു വിഷയം ഈ രീതിയിൽ വലിച്ചു പുറത്തിട്ടതാരാണെന്ന് അറിയില്ല. എന്തായാലും അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. അത് ഖേദകരമാണ്. അതിനേക്കാൾ ഗൗരവകരമാണ് ചില സംഭവ വികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ ഒരു ചർച്ചയും തർക്കവും ഒക്കെ വരുമ്പോൾ അത് പുറത്തു വരിക എന്നത് അതിനേക്കാൾ ഗൗരവമുള്ള കാര്യമാണ്. അതിനെക്കുറിച്ച് അന്വേഷണം നടത്തി ആരാണത് പുറത്തിട്ടത് എന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. MS അനീഷ് കുമാർ ചേരുന്ന വിവരങ്ങളുമായി. അനീഷ്, ഈ ലീഗും സംസ്ഥയും തമ്മിലുള്ള ഭിന്നത അത് വളരെ പരസ്യമാണ്. സമവായ നീക്കങ്ങൾ ഒരുപാട് നടത്തി, പക്ഷെ ഒന്നും ഫലം കാണുന്നില്ല. ഇപ്പോഴിതാ വീണ്ടും പരസ്യമായി വിമർശനങ്ങളുമായി രംഗത്തെത്തുന്നു അല്ലേ പലരും? തീർച്ചയായും ഇന്നലെ നടന്ന മുഷാവറ യോഗത്തിൽ രൂക്ഷമായ തർക്കമാണ് ലീഗ് അനുകൂലികളും പ്രതികൂലികളുമായ മുഷാവറ അംഗങ്ങൾ തമ്മിൽ ഉണ്ടായത്. വളരെ വിശദമായി തന്നെ ഇക്കാര്യത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. തുടർന്നാണ് ഈ വിഷയം മാത്രം ചർച്ച ചെയ്യുന്നതിന്, അതായത് ഇരുപക്ഷവും ഉന്നയിച്ചിരിക്കുന്ന പരാതികളിന്മേൽ ചർച്ച ചെയ്യുന്നതിന് മാത്രമായി ഒരു മുഷാവറ യോഗം വിളിച്ചു ചേർക്കാൻ തീരുമാനമായത്. 2 ആഴ്ചക്കുള്ളിൽ ആ യോഗം ചേരും എന്ന് ഈ യോഗത്തിന് ശേഷം ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മാധ്യമങ്ങളെ അറിയിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് രാത്രിയോടുകൂടി ഈ യോഗത്തിൽ വലിയ വാക്കേറ്റമുണ്ടായി, ഉണ്ടായി. ഒപ്പം ജിഫ്രി മുത്തുക്കോയ തങ്ങൾ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നടക്കമുള്ള ചില പ്രചാരണങ്ങൾ ഒരു വശത്തുണ്ടായിരുന്നു. നമ്മളടക്കമുള്ള മാധ്യമപ്രവർത്തകർ പലരും ആ യോഗം നടക്കുന്ന സ്ഥലത്തുണ്ടായിരുന്നു. അത്തരത്തിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ചും ഈ മുഷാവറ അംഗങ്ങൾ പലരും പുറത്തു പോയ ശേഷമാണ് ഏറ്റവും ഒടുവിൽ അന്ന് യോഗത്തിൽ പാസാക്കിയ ചില തീരുമാനങ്ങളുമായി മാധ്യമങ്ങളെ അദ്ദേഹം കാണുകയും മാധ്യമങ്ങളെ കണ്ട ശേഷം പിന്നീട് അവിടുന്ന് പോവുകയും ചെയ്തു. പക്ഷേ ഇതിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണാജനകമായ വാർത്തകളാണ് പല മാധ്യമങ്ങളിലും വന്നത് എന്നാണ് മുഷാവറ അംഗം കൂടിയായ ഉമർ ഫൈസി മുഖം പറയുന്നത്. ഇത്തരത്തിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഈ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയിട്ടില്ല. അദ്ദേഹം യോഗം പൂർണ്ണമായ ശേഷം മാധ്യമങ്ങളെ കണ്ടു മടങ്ങുകയും ചെയ്തു. ഇത്തരം പ്രചാരണങ്ങൾക്ക് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി ആണ് എന്ന് പറയുകയും ചെയ്യുന്നു. ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ച് മുസ്ലിം ലീഗ് അനുകൂലികളായ ചിലരാണ് ഇത്തരത്തിൽ വാർത്ത പ്രചരിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത്. ഒപ്പം ഈ ജമാഅത്തെ ഇസ്ലാമിയുമായി മുസ്ലിം ലീഗിനുള്ള കൂട്ടുകെട്ട് ലീഗിനെ നാശത്തിലേക്ക് നയിക്കും എന്നും അദ്ദേഹം പറഞ്ഞു. താൻ ഇക്കാര്യം നേരത്തെയും പറഞ്ഞിട്ടുണ്ടെന്നും ഉമർ ഫൈസി മുഖം പറയുന്നു. എന്നാൽ ഇതിനോട് ചേർത്ത് വായിക്കാവുന്ന കാര്യം തന്നെയാണ് അബ്ദുൾ സമദ് പൂക്കോട്ടൂരും പറഞ്ഞിരിക്കുന്നത്. കാരണം യോഗത്തിൽ അടച്ചിട്ട മുറിയിൽ പലതരത്തിലുള്ള ചർച്ചകൾ വരും. ആ ചർച്ചകളെക്കുറിച്ച് പുറത്തു പറയുക, അല്ലെങ്കിൽ ആ ചർച്ചകളെക്കുറിച്ച് കുറച്ചുകൂടി പർവ്വതീകരിച്ച് പുറത്ത് പ്രചരിപ്പിക്കുക എന്നത് ശരിയായ സംഘടനാത്മക വഴക്കമല്ല എന്നും അദ്ദേഹം പറയുന്നു. എന്തായാലും ഈ സമസ്തയ്ക്കുള്ളിൽ വലിയ പൊട്ടിത്തെറിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. കാരണം ഇരുപക്ഷത്തുമായി ഈ സമസ്തയിലെ മുഷാവറ അംഗങ്ങൾ പോലും നിലയുറപ്പിക്കുകയും അതിനെക്കുറിച്ചുള്ള കൃത്യമായ അല്ലെങ്കിൽ പർവ്വതീകരിച്ച വാർത്തകൾ പുറത്ത് നൽകുകയും ഒക്കെ ചെയ്യുമ്പോൾ കൂടുതൽ ചർച്ചകൾ നടക്കാനിരിക്കെ ഈ വിഷയം വഷളാകുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. തീർച്ചയായും അനീഷ, അതേസമയം തന്നെ ഇന്ന് കോഴിക്കോട് മുസ്ലിം ലീഗിന്റെ നേതൃയോഗവും നടക്കുന്നുണ്ടല്ലോ. ഈ മുനമ്പം വിഷയത്തിലടക്കം ലീഗിന്റെ 2 അഭിപ്രായം, ലീഗിൽ തന്നെ ചേരിതിരിവ് നമ്മൾ കണ്ടതാണ്. അതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇന്ന് നേതൃയോഗം ചേരുമ്പോൾ എന്തൊക്കെ വിഷയങ്ങളായിരിക്കും പ്രധാനമായും ചർച്ചയാവുക? ഈ സംസ്ഥ വിഷയമൊക്കെ ഈ നേതൃയോഗത്തിൽ ഉയരുമോ ഇന്ന്? അല്പസമയത്തിനകം മുസ്ലിം ലീഗിൻ്റെ നേതൃയോഗം കോഴിക്കോട് ലീഗ് ഹൗസിൽ ആരംഭിക്കും. നേതാക്കളൊക്കെ ഇവിടേക്ക് എത്തിത്തുടങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രധാനമായും 2 വിഷയങ്ങളാവും ഇന്ന് യോഗത്തിൻ്റെ ചർച്ചയ്ക്ക് വരിക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒന്ന് മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. മുനമ്പം വഖഫ് ഭൂമിയാണോ അല്ലയോ എന്ന വിഷയത്തിലുള്ള ചർച്ചകൾ വളരെ കാര്യമായി തന്നെ പൊതുസമൂഹത്തിൽ നടക്കുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ള ആളുകൾ വഖഫ് ഭൂമി അല്ല, അത് ജനങ്ങളുടെ ഭൂമി എന്ന നിലപാടിലേക്ക് എത്തുമ്പോൾ ലീഗിനുള്ളിൽ തന്നെ ഇക്കാര്യത്തിൽ 2 സ്വരം ഉയരുന്നു. ഒരു വിഭാഗം പറയുന്നു വഖഫ് ഭൂമിയാണ്, മറ്റൊരു വിഭാഗം പറയുന്നു വഖഫ് ഭൂമി അല്ല എന്നും. എന്തായാലും പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ കഴിഞ്ഞ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട പരസ്യമായ അഭിപ്രായ പ്രകടനങ്ങൾ ഇനി പാർട്ടിക്കുള്ളിൽ അല്ലെങ്കിൽ പാർട്ടി നേതാക്കളിൽ നിന്നും വേണ്ട എന്ന നിർദ്ദേശം നൽകിയിരുന്നു. ഇതിനെതിരെ വലിയ വിമർശനവുമായി ഈ വഖഫ് സംരക്ഷണ സമിതി അടക്കമുള്ളവർ രംഗത്തെത്തുകയും
ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. BJP അടക്കമുള്ളവരും ഇക്കാര്യത്തെ വളരെ രൂക്ഷമായി തന്നെ വിമർശിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ ഒരു അഭിപ്രായ സമന്വയം ഇക്കാര്യത്തിൽ പാർട്ടിയിൽ വേണം എന്നത് അനിവാര്യമായി മാറിയിരിക്കുന്നു. മുസ്ലിം സംഘടനകളൊക്കെ ഇടപെടുന്ന വിഷയമായതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന് ഇക്കാര്യത്തിൽ കൃത്യമായൊരു നിലപാട് വേണം എന്നൊരവസ്ഥയിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു. അതുകൊണ്ട് മുൻപം വിഷയം ഇന്നത്തെ ഈ യോഗത്തിലെ ഒരു പ്രധാന ചർച്ചാ വിഷയവും രാവിലെ ഭാരവാഹി യോഗവും അതിനുശേഷം പിന്നീട് വർക്കിംഗ് കമ്മിറ്റി യോഗവും ചേരുകയുമാണ് എന്ന് അറിയിച്ചിരിക്കുന്നു. ഒപ്പം ഇന്നലെ മുഷാവറ യോഗത്തിലടക്കമുണ്ടായ സമസ്തയ്ക്കുള്ളിലെ ഭിന്നിപ്പ് അല്ലെങ്കിൽ ലീഗ് അനുകൂലികളും പ്രതികൂലികളും എന്ന ചേരി സമസ്തയിൽ രൂപപ്പെട്ടു വന്നിരിക്കുന്ന ഒരു സാഹചര്യം, ഈ സാഹചര്യവും ഇന്നലെ നടന്ന മുഷാവറ യോഗത്തിൽ നടന്ന കാര്യങ്ങളുമൊക്കെ ഇന്നത്തെ യോഗത്തിൽ ചർച്ചാ വിഷയവും. ഒപ്പം ഈ വയനാട് പുനരധിവാസത്തിൽ ഇനി എന്ത് നിലപാട് സ്വീകരിക്കണം, അതായത് സംസ്ഥാന സർക്കാരിൻ്റെ നടപടികൾ അനിശ്ചിതമായി നീളുമ്പോൾ മുസ്ലിം ലീഗ് പണം സമാഹരിച്ചത് അക്കൗണ്ടിൽ ഉണ്ട്, അത് വിനിയോഗിച്ച് തങ്ങൾ നേരത്തെ നിർദ്ദേശിച്ച രീതിയിൽ തന്നെ പുനരധിവാസ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണമോ എന്ന കാര്യത്തിലും ഇന്നത്തെ യോഗത്തിൽ ഒരു തീരുമാനമുണ്ടായിരിക്കും. എന്തായാലും നേതാക്കളൊക്കെ ഈ യോഗ സ്ഥലത്തേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭവ്യ. ശരി, എം എസ് അനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്.